ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരപ്പോഴത്തേക്കും ജോയിൻ ചെയ്യുന്ന വിചാരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചത് അനറോബിക് കൾച്ചർ മെത്തേഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, സാമ്പിളിംഗ് ഫോർ അനറോബിക് കൾച്ചർ. സാമ്പിളിംഗ് ഫോർ അനറോബിക് കൾച്ചർ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് ഹെഡിങ് കൊടുക്കുക, സാമ്പിളിംഗ് ഫോർ അനറോബിക് കൾച്ചർ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, aspirate the specimen using a needle and syringe is the best convenient way for sampling following the usual procedure and remove the air from syringe immediately. അതായത് അനറോബിക് കൾച്ചറിന്റെ സാമ്പിളിനെ നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ആസ്പിരേറ്റ് ദി സ്പെസിമെൻ യൂസിങ് എ നീഡിൽ ആൻഡ് സിറിഞ്ച്. അതായത് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിമെനെ നമ്മൾ ആസ്പിരേറ്റ് ചെയ്യാണ്, മീൻസ് സിറിഞ്ചും നീഡിലും ഉപയോഗിച്ചിട്ട്. സിറിഞ്ചും നീഡിലും ഉപയോഗിച്ചിട്ട് നമ്മൾ ആസ്പിരേറ്റ് ചെയ്യുക, മീൻസ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്പെസിമെനെ. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് ബെസ്റ്റ് മെത്തേഡായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ദ എയർ ഫ്രം സിറിഞ്ച് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അതായത് സിറിഞ്ചിലുള്ള എയറിനെ പെട്ടെന്ന് തന്നെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ഒന്നുകൂടി പറയാം, ഫസ്റ്റ് പോയിന്റിൽ ആസ്പിരേറ്റ് ദി സ്പെസിമെൻ യൂസിങ് എ നീഡിൽ ആൻഡ് സിറിഞ്ച് is the best convenient way for sampling following the usual procedure and remove the air from syringe immediately. അതായത് നമ്മൾ സ്പെസിമെനും നീഡിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പെസിമെനെ ആസ്പിരേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, മീൻസ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ബെസ്റ്റ് കൺവീനിയന്റ് വേ ആണ്, മീൻസ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഇങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം തന്നെ നമ്മൾ ഈ സിറിഞ്ചിലുള്ള എയറിനെ നമ്മൾ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യും. അടുത്ത പോയിന്റ്, if no pus or fluid comes on aspiration, inject sterile saline subcutaneously and resample. അതായത് നമ്മൾ ആസ്പിരേറ്റ് ചെയ്യുന്ന സമയത്ത്, മീൻസ് നമ്മൾ സ്പെസിമെൻ സിറിഞ്ച് നീഡിൽ ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്ന സമയത്ത് പസ്സോ അല്ലെങ്കിൽ ഫ്ലൂയിഡോ കിട്ടിയിട്ടില്ലെങ്കിൽ, പസ് എന്ന് പറഞ്ഞാൽ പഴുപ്പ്, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദ്രാവകം. ഓക്കെ, പസ്സോ ഈ ഫ്ലൂയിഡോ നമുക്ക് നമ്മൾ ആസ്പിരേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻജക്ട് സ്റ്റെറൈൽ സലൈൻ സബ്ക്യൂട്ടേനിയസ്ലി. നമ്മൾ സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ കൂടെ എന്ത് ചെയ്യും, സ്റ്റെറൈൽ ആയിട്ടുള്ള സലൈൻ ഇൻജക്ട് ചെയ്യും. സ്റ്റെറൈൽ ആയിട്ടുള്ള സലൈൻ എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഇൻജക്ട് ചെയ്യും, ഇഞ്ചക്ഷൻ വെക്കും. ഓക്കെ, ആൻഡ് റീസാമ്പിൾ, അതിനുശേഷം നമ്മൾ പിന്നെയും റീസാമ്പിൾ ചെയ്യും, മീൻസ് പിന്നെയും നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി പറയാം. സെക്കൻഡ് പോയിന്റ്, if no pus or fluid comes on aspiration, inject sterile saline subcutaneously and resample. അതായത് പസ്സോ ഫ്ലൂയിഡോ നമ്മൾ ആസ്പിരേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ കൂടെ നമ്മൾ സ്റ്റെറൈൽ സലൈൻ ഇൻജക്ട് ചെയ്യും, മീൻസ് ഇഞ്ചക്ഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീസാമ്പിൾ ചെയ്യും, പിന്നെയും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യും. Then third point പറഞ്ഞിരിക്കുന്നത്, the last and least way in to use deep swab and rapidly to transfer to anaerobic transport media. അതായത് ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു വേ അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കളക്ട് ചെയ്യാൻ, സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ കളക്ട് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡീപ്പ് സ്വാബ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ഡീപ്പ് സ്വാബ് എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഓക്കെ, ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യുകയും ആൻഡ് റാപ്പിഡ്ലി ടു ട്രാൻസ്ഫർ ടു അനറോബിക് ട്രാൻസ്പോർട്ട് മീഡിയ. അതിനുശേഷം നമ്മൾ ഈ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, അനറോബിക് ട്രാൻസ്പോർട്ട് മീഡിയയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, മീൻസ് അങ്ങോട്ട് കൊടുക്കും അല്ലെങ്കിൽ അങ്ങോട്ട് കളക്ട് ചെയ്യും, മീൻസ് ട്രാൻസ്പോർട്ട് മീഡിയ കളക്ട് ചെയ്യും ഈ സാമ്പിളിന്. ഇവിടെ പറയാം, ലാസ്റ്റ് പോയിന്റ്, ദ ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ് വേ ഇൻ ടു യൂസ് ഡീപ്പ് സ്വാബ് ആൻഡ് റാപ്പിഡ്ലി ടു ട്രാൻസ്ഫർ ദി അനറോബിക് ട്രാൻസ്പോർട്ട് മീഡിയ. അതായത് ലാസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സാമ്പിളിനെ അല്ലെങ്കിൽ സ്പെസിമിനെ കളക്ട് ചെയ്യാനുള്ള ലാസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീപ്പ് സ്വാബ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഡീപ്പ് സ്വാബ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും, എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അനറോബിക് ട്രാൻസ്പോർട്ട് മീഡിയയിലോട്ട് ഈ സാമ്പിളിനെ കൊടുക്കും. ഇത്രയാണ് സാമ്പിളിംഗ് ഫോർ അനറോബിക് കൾച്ചർ. എന്നിട്ട് പറയാം, സാമ്പിളിംഗ് ഫോർ അനറോബിക് കൾച്ചർ. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ആസ്പിരേറ്റ് ദ സ്പെസിമെൻ യൂസിങ് എ നീഡിൽ ആൻഡ് സിറിഞ്ച് is the best convenient way for sampling following the usual procedure and remove the air from syringe immediately. അതായത് സ്പെസിമെനെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, സിറിഞ്ച് നീഡിൽ ഉപയോഗിക്കും, എന്നിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ബെസ്റ്റ് വേ, അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ്. സാധാരണ എല്ലാ പ്രൊസീജിയറിലും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സിറിഞ്ചിൽ നിന്ന് എയറിനെ റിമൂവ് ചെയ്യും. Then next point പറഞ്ഞിരിക്കുന്നത്, if no pus or fluid comes on aspiration, inject sterile saline subcutaneously and resample. അതായത് പസ്സോ ഫ്ലൂയിഡോ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ആസ്പിരേറ്റ് ചെയ്യുമ്പോൾ
മീൻസ് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ സിറിഞ്ച് നീഡിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ പസ് ഓഫ് ഫ്ലൂയിഡോ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഞ്ചക്ട് സ്റ്റെറൈൽ സലൈൻ സബ്ക്യൂട്ടേനിയസ്ലി. സബ്ക്യൂട്ടേനിയസ് റൂട്ടിൽ കൂടെ നമ്മൾ സ്റ്റെറൈൽ സലൈന് ഇഞ്ചക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ റീസാമ്പിൾ ചെയ്യും. പിന്നെ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യും. Then third point പറഞ്ഞിരിക്കുന്നത് the last and least way to use deep swab and rapidly to transfer to anaerobic transport media. അതിനുശേഷം ലാസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡീപ് സ്വാബ് എന്ന് പറഞ്ഞൊരു മെത്തേഡാണ്. ആ ഡീപ് സ്വാബ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ അനറോബിക് ട്രാൻസ്പോർട്ട് മീഡിയയിലോട്ട് കൊടുക്കുകയും ചെയ്യും. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, അനറോബിക് സ്പെസിമെൻ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ഹെഡിങ് അനറോബിക് സ്പെസിമെൻ ട്രാൻസ്പോർട്ട്. Okay, in that first point must be done immediately to the lab within 1 hour and less than 2 hours. Okay, ആദ്യത്തെ പോയിന്റ് അതായത് അനറോബിക് സ്പെസിമെൻ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് അതായത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സ്പെസിമെനെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് മീഡിയയിലോട്ട് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതിലെ ഫസ്റ്റത്തെ പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് must be done immediately to the lab within 1 hour and less than 2 hours. അതായത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സാമ്പിളിനെ നമ്മൾ ലാബിലോട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കണം. അതായത് കളക്ട് ചെയ്ത് 1 ഹവറിനുള്ളിൽ തന്നെ കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 2 ഹവേഴ്സിനുള്ളിൽ കൊടുക്കണം. ഓക്കെ, 1 ഹവറിൽ തന്നെ കൊടുക്കണം. ലെസ് ദാൻ 2 ഹവറിനുള്ളിൽ തന്നെ എന്തായാലും കൊടുത്തിരിക്കണം. അതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യണം? 1 ഹവറിൽ തന്നെ കൊടുത്തിരിക്കണം. കുറഞ്ഞ എന്താ പറയുക, കൂടിപ്പോയാൽ 2 മണിക്കൂർ. ഓക്കെ, അതിൽ കൂടാൻ പാടില്ല. Then next point പറഞ്ഞിരിക്കുന്നത് never refrigerate samples for anaerobic culture. Okay, അതായത് നമ്മൾ അനറോബിക് കൾച്ചറിന് ഉപയോഗിക്കുന്ന സാമ്പിൾസിനെ നമ്മൾ ഒരിക്കലും റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല. മീൻസ് ഒരിക്കലും നമ്മൾ എന്താ പറയുക കൂൾ പ്ലേസിൽ കൂളിംഗ് ചെയ്യാൻ പാടില്ല. മീൻസ് തണുപ്പിക്കാൻ പാടില്ല. നമ്മൾ അനറോബിക് കൾച്ചറിന് ഉപയോഗിക്കുന്ന സാമ്പിളിനെ നമ്മൾ ഒരിക്കലും കൂൾ ചെയ്യാൻ പാടില്ല, റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല. Then next point പറഞ്ഞിരിക്കുന്നത് the anaerobic transport system is commercially available and consists of group of vials, tubes and bags that remove oxygen and maintain the anaerobic atmosphere for up to 20 to 25 degrees Celsius. അതായത് the anaerobic transport system is commercially available means anaerobic transport system means anaerobic culture ആവശ്യമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം വാണിജ്യപരമായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് വയൽസ്. അതായത് ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് വയൽസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബാഗ്സ് ഉണ്ട്. ദാറ്റ് റിമൂവ് O2 ആൻഡ് മെയിൻറ്റെയിൻ ദ അനറോബിക് അറ്റ്മോസ്ഫിയർ. അതായത് ഈ ഒരു അനറോബിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് ഓക്കെ, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന അനറോബിക് കൾച്ചറിന് ഉപയോഗിക്കുന്ന അനറോബിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് വയൽസ്, ഗ്രൂപ്പ് ഓഫ് വയൽസ് ഉണ്ട്, ട്യൂബ്സ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ഓക്സിജനെ ഈ ഒരു സിസ്റ്റം ഓക്സിജനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അനറോബിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ വേണ്ടാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഓക്സിജനെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻറ്റെയിൻ ദി അനറോബിക് അറ്റ്മോസ്ഫിയർ അപ് ടു 20 to 25 degrees Celsius. അതിനുശേഷം ഇവിടെയുള്ള ഈ അനറോബിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ മീൻസ് അവിടെയുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 to 25 degrees Celsius ആയിരിക്കും. ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുകയും ചെയ്യും. ഒന്നുകൂടി പറയാം, അത് അനറോബിക് സ്പെസിമെൻ ട്രാൻസ്പോർട്ട്. അതായത് നമ്മൾ അനറോബിക് കൾച്ചറിന് ഉപയോഗിക്കുന്ന സ്പെസിമെന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ് പറയുന്നത്, ലാബിലോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് പറയുന്നത്. Okay, in that first point പറഞ്ഞിരിക്കുന്നത് must be done immediately to the lab within 1 hour and less than 2 hours. അതായത് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന സ്പെസിമെനെ ഓൾറെഡി സാമ്പിളിങ്ങിൽ പഠിച്ചു എങ്ങനെയാണ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സാമ്പിളിനെ അല്ലെങ്കിൽ ആ ഒരു സ്പെസിമെനെ നമ്മൾ ലാബിലോട്ട് 1 ഹവറിൽ തന്നെ എന്താ നമ്മൾ കളക്ട് ചെയ്ത് 1 ഹവറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, കൂടിപ്പോയാൽ 2 മണിക്കൂറിനുള്ളിൽ എന്തായാലും ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. Then next point പറഞ്ഞിരിക്കുന്നത് never refrigerate samples for anaerobic culture. അതായത് നമ്മൾ അനറോബിക് കൾച്ചറിന് ഉപയോഗിക്കുന്ന സാമ്പിൾസ് ഒരിക്കലും റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല, മീൻസ് കൂൾ ചെയ്യാൻ പാടില്ല.
The next point പറയുന്നത് the anaerobic transport system is commercially available and consists of group of vials, tubes and bags that remove O2 and maintain the anaerobic atmosphere for up to 22-25 degrees Celsius. അതായത് the anaerobic transport system means നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്താണ് വാണിജ്യപരമായിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, ഈ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് വയൽസ് ഉണ്ട്, ട്യൂബുകളുണ്ട്, വയലുണ്ട്, ട്യൂബ് ഉണ്ട്, ബാഗ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഘടകങ്ങളുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള ഓക്സിജൻ ഈ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം റിമൂവ് ചെയ്യുന്നുണ്ട്, ഓക്സിജന് നീക്കം ചെയ്യുന്നുണ്ട്. ആൻഡ് മെയിൻറ്റെയിൻ ദി അനറോബിക് അറ്റ്മോസ്ഫിയർ അപ് ടു 22-25 ഡിഗ്രി സെൽഷ്യസ്. മീൻസ് അവിടെയുള്ള ഒരു അന്തരീക്ഷം, അനറോബിക് ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22-25 ഡിഗ്രി സെൽഷ്യസ് ആണ്. Is it clear? Clear ആയോ? Clear? Please give response. Respond ചെയ്യാം. (22-25 degree Celsius). ഓക്കെ, ഇന്നലെ എക്സാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്. ഓക്കെ, ഷാനിബ ആൻഡ് സഹല. ഓക്കെ, സഹല എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഷാനിബ് സഹല. ഓക്കെ, എങ്കിൽ സഹലയും ഷാനിബയും നാളെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ഇത്രയാണ് അനറോബിക് സ്പെസിമെൻ ട്രാൻസ്പോർട്ട്. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം ടെക്നിക്സ് ഓഫ് ഇനോക്കുലേഷൻ. അടുത്ത ഹെഡിങ് കൊടുക്കാം ടെക്നിക്സ് ഓഫ് ഇനോക്കുലേഷൻ. മെയിൻ ഹെഡിങ് ടെക്നിക്സ് ഓഫ് ഇനോക്കുലേഷൻ. ഇൻ ദാറ്റ് സബ് ഹെഡിങ് ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. ഇനോക്കുലേഷൻ എന്ന് കൊടുക്കാം ഡെഫിനിഷൻ. Inoculation means introducing a certain substance into another substance. For example, inoculation is adding a certain type of nutrient or chemical into a suspension of bacteria. Okay, അതായത് inoculation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ introducing a certain substance into another substance. അതായത് ചില സബ്സ്റ്റൻസ്, ചില ഘടകങ്ങളെ വേറൊരു ഘടകങ്ങളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മീൻസ് ആഡ് ചെയ്യുന്നതിനെയാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനോക്കുലേഷൻ ഈസ് ആഡിങ് എ സർട്ടൈൻ ടൈപ്പ് ഓഫ് ന്യൂട്രിയന്റ് ഓർ കെമിക്കൽ ഇൻ ടു എ സസ്പെൻഷൻ ഓഫ് ബാക്ടീരിയ. മീൻസ് ബാക്ടീരിയൽ സസ്പെൻഷനിലോട്ട്, ബാക്ടീരിയ കൾച്ചറിന് ഉപയോഗിക്കുന്ന ബാക്ടീരിയൽ സസ്പെൻഷനിലോട്ട് വേറെ കെമിക്കൽസോ ന്യൂട്രിയൻസോ ഒക്കെ ആഡ് ചെയ്യുന്നതിനെയാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ബാക്ടീരിയനെ നമ്മൾ വേറൊരു സസ്പെൻഷൻ, വേറൊരു കൾച്ചറിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിനെയും ഇനോക്കുലേഷൻ എന്ന് പറയും. അതായത് ഒരു സബ്സ്റ്റൻറ്റിനെ വേറൊരു സബ്സ്റ്റൻറ്റിലോട്ട് ആഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇനോക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി പറയാം. ഇനോക്കുലേഷൻ മീൻസ് ഇൻട്രൊഡ്യൂസിങ് എ സർട്ടൈൻ സബ്സ്റ്റൻസ് ഇൻടു അനദർ സബ്സ്റ്റൻസ്. ഫോർ എക്സാമ്പിൾ, ഇനോക്കുലേഷൻ ഈസ് ആഡിങ് എ സർട്ടൈൻ ടൈപ്പ് ഓഫ് ന്യൂട്രിയന്റ് ഓർ കെമിക്കൽ ഇൻടു എ സസ്പെൻഷൻ ഓഫ് ബാക്ടീരിയ. അതായത് ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ചില ഘടകങ്ങളെ വേറൊരു ഘടകങ്ങളിലോട്ട് ആഡ് ചെയ്യുന്നതിന്, സർട്ടൈൻ സബ്സ്റ്റൻസിനെ അനദർ സബ്സ്റ്റൻസിലോട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടൈൻ ടൈപ്പ് ഓഫ് ന്യൂട്രിയന്റ് ഓർ കെമിക്കൽ ഇൻടു എ സസ്പെൻഷൻ ഓഫ് ബാക്ടീരിയ. അതായത് സസ്പെൻഷൻ ഓഫ് ബാക്ടീരിയയിലോട്ട് നമ്മൾ വേറെ ന്യൂട്രിയൻസോ കെമിക്കൽസോ ഒക്കെ ആഡ് ചെയ്യുന്നതിനാണ് ഇനോക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? Clear? Please give response. Okay. Next heading കൊടുക്കുക, sub heading കൊടുക്കുക types of media used for inoculation. Types of media used for inoculation. Okay, in that first one agar plates. Second one broth culture. Third one slant culture. Fourth one plate culture. Fifth one stab culture. Okay, ഇനി ഇതിന്റെ എല്ലാം എക്സ്പ്ലനേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ,
ഒന്നുകൂടി പറയാം. സബ് ഹെഡിങ് ടൈപ്സ് ഓഫ് മീഡിയ യൂസ്ഡ് ഫോർ ഇനോക്കുലേഷൻ. അതായത് ഇനോക്കുലേഷന് യൂസ് ചെയ്യുന്ന മീഡിയാസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അഗർ പ്ലേറ്റ്, ബ്രോത്ത് കൾച്ചർ, സ്ലാൻഡ് കൾച്ചർ, പ്ലേറ്റ് കൾച്ചർ ആൻഡ് സ്റ്റാബ് കൾച്ചർ. ഇങ്ങനെ 5 മീഡിയാസ് ആണ് ഇനോക്കുലേഷന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ 5 മീഡിയാസിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് പറയാൻ പോകുന്നത്. In that first one, agar plates എന്ന് കൊടുക്കുക. agar plates എന്ന് ഹെഡിങ് കൊടുക്കുക. Okay, agar plates ലെ first point, agar plates are some of the most common media which are used for growing bacteria and other microorganisms. Okay, അതായത് agar plate എന്ന് പറഞ്ഞ ഒരു മീഡിയ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയ ആണ്. ഇത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മറ്റ് ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്കാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ്, agar plates are some of the most common media which are used for growing bacteria and other microorganisms. അതായത് agar plate എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയ ആണ്. ഈ മീഡിയ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മറ്റ് ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്കൊക്കെ ആണ്. Then second point, a mixture of agar and nutrients necessary for bacterial growth. This is then poured into a circular petri dishes where the agar solution solidifies. After this inoculation of a solution containing microorganism onto this plates within the help of streaking. Okay, അതായത് സെക്കൻഡ് പോയിന്റോട്ട് വരുമ്പോൾ പറയുന്നത് a mixture of agar and nutrients necessary for bacterial growth. അതായത് അഗറിന്റെയും അതുപോലെ തന്നെ ന്യൂട്രിയൻസിന്റെയും മീൻസ് മറ്റ് പോഷക ഘടകങ്ങളുടെയും എന്താ പറയുക ബാക്ടീരിയ ഗ്രോത്തിന്, ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ഈ 2 ഘടകങ്ങൾ അത്യാവശ്യമാണ്. ഓക്കെ, അതായത് അഗറും അതുപോലെ തന്നെ ന്യൂട്രിയൻസും അതിന്റെ മിക്സ്ചർ മീൻസ് അതിന്റെ മിശ്രിതം. ഓക്കെ, അഗറിന്റെയും അതുപോലെ തന്നെ മറ്റ് പോഷക ഘടകങ്ങളുടെയും മിശ്രിതം ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. Then this is then poured into a circular petri dishes where the agar solution solidifies. അതായത് ഈ ഒരു സൊല്യൂഷനെ അതായത് ഈ ഒരു മിക്സറിനെ നമ്മൾ സർക്കുലർ പെട്രി ഡിഷ് നിങ്ങൾ ലാബ് സൈഡിൽ പോകുമ്പോൾ കാണാം. പെട്രി ഡിഷ് എന്താ, ടെസ്റ്റ് ട്യൂബ് എന്താന്നൊക്കെ ലാബ് സൈഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സർക്കുലർ ആയിട്ടുള്ള പെട്രി ഡിഷിലോട്ട് നമ്മൾ ഒഴിക്കും ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു മിശ്രിതത്തെ. വേർ ദ അഗർ സൊല്യൂഷൻ സോളിഡിഫൈസ്. എവിടെയാണ് ഈ അഗർ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് സോളിഡിഫൈ ചെയ്യേണ്ടത്? അഗർ യൂസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. മീൻസ് കട്ട പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, സോളിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് ഫ്ലൂയിഡിനെ കട്ട പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അഗർ. ഓൾറെഡി പഠിച്ചതാണ് മീഡിയാസിൽ, മീൻസ് കൾച്ചർ മീഡിയാസിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, എവിടെയാണോ നമ്മൾക്ക് സോളിഡിഫൈ ചെയ്യേണ്ടത്, ഏത് സൊല്യൂഷനെയാണോ നമ്മൾ സോളിഡിഫൈ ചെയ്യേണ്ടത്, ആ സോളിഡിഫൈ ചെയ്യേണ്ട സൊല്യൂഷനിലോട്ടാണ് നമ്മൾ ഈ എന്താ പറയാ ഈ അഗറിന്റെയും അതുപോലെ തന്നെ ന്യൂട്രിയൻസിന്റെയും മിശ്രിതത്തെ നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോർ ചെയ്യുന്നത്, മീൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ദെൻ poured into a circular petri dish where the agar solution solidifies. അതായത് എവിടെയാണോ ഈ അഗർ ഉപയോഗിച്ചിട്ട് സൊല്യൂഷനെ സോളിഡിഫൈ ചെയ്യേണ്ടത്, മീൻസ് കട്ട പിടിപ്പിക്കേണ്ടത്, അത് ആ ഒരു സർക്കുലർ പെട്രി ഡിഷിലോട്ടാണ് നമ്മൾ ഈ എന്താ പറയാ ന്യൂട്രിയൻസിന്റെയും അഗറിന്റെയും മിശ്രിതത്തെ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നത്. Then after this inoculation of a solution containing microorganism onto this plates. അതായത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം inoculation of a solution containing microorganism onto this plates. അതായത് inoculation of solution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒഴിക്കുന്ന മിശ്രിതം. ഓക്കെ, ആ ഒരു മിശ്രിതത്തിൽ എന്താണ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതായത് ഈ പ്ലേറ്റ്സിൽ മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയിട്ടുണ്ടാകും. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്ട്രീക്കിംഗ്. ഓക്കെ, അതായത് ആഫ്റ്റർ ദിസ് inoculation of a solution containing a microorganism onto this plates with the help of streaking. അതായത് സ്ട്രീക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. ഓക്കെ, സ്ട്രീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസൊലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർതിരിച്ച് കാണാൻ വേണ്ടി, മൈക്രോ ഓർഗാനിസത്തെ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രീക്കിംഗ്. ആ സ്ട്രീക്കിങ്ങിന്റെ സഹായത്തോടെ നമുക്ക് ഈ എന്താ പറയുക ഈ ഒരു ഇനോക്കുലേഷൻ ഓഫ് സൊല്യൂഷനിൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ കാണാൻ സാധിക്കും. ഇതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. പറയാം, a mixture of agar and nutrients necessary for bacteria growth. ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് അതായത് അഗറിന്റെയും അതുപോലെ തന്നെ ന്യൂട്രിയൻസിന്റെയും പോഷകാംശങ്ങളുടെയും മിക്സർ അത്യാവശ്യമാണ്. This is then poured into a circular petri dishes where the agar solution solidifies.
എവിടെയാണ് അഗർ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് സോളിഡിഫൈ ചെയ്യേണ്ടത്? ആ ഒരു പെറ്റി ഡിഷിലോട്ട്, സർക്കുലർ പെറ്റി ഡിഷിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സൊല്യൂഷനെ പോർ ചെയ്യും, മീൻസ് ഒഴിച്ചു കൊടുക്കും. Okay. After this inoculation of a solution containing microorganism onto this plates, അതായത് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇനോക്കുലേഷൻ ഓഫ് സൊല്യൂഷൻ, ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു സൊല്യൂഷനിൽ നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ കാണാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രീക്കിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കും. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, മീൻസ് വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രീക്കിംഗ്. ആ സ്ട്രീക്കിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തെ ഈ ഇനോക്കുലേഷൻ സൊല്യൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. Is it clear? Clear ആയോ? Okay. Next point. A small streaking loop is dipped into a solution which contains bacteria cells that are used to streak onto the plates with the bacteria. These plates are stored at the proper temperature for bacteria growth for further study. We can also inoculate liquid media suspensions of bacteria to grow and reproduce. അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് a small streaking loop. സ്റ്റിക്കിംഗ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസൊലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, മീൻസ് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൂപ്പാണ്, ഒരു ടെക്നിക്കാണ്. ഈ ലൂപ്പ് എന്ത് ചെയ്യും? നമ്മൾ സൊല്യൂഷനിലോട്ട് ഡിപ്പ് ചെയ്യും. ഈ സ്റ്റിക്കിംഗ് ലൂപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾ ലാബ് സൈഡിൽ പോകുമ്പോൾ കാണും. ഈ സ്റ്റിക്കിംഗ് ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യും? ഒരു സൊല്യൂഷനിലോട്ട് ഡിപ്പ് ചെയ്യും, മീൻസ് മുക്കും. അതിനുശേഷം വിച്ച് കണ്ടെയ്ൻസ് ബാക്ടീരിയ സെൽസ് ദാറ്റ് ആർ യൂസ്ഡ് ടു സ്ട്രീക്ക് ഓൺ ടു ദ പ്ലേറ്റ്സ്. അതായത് ഈ സൊല്യൂഷനിൽ എന്താണ്? ബാക്ടീരിയ സെൽസ് ഉണ്ട്, ബാക്ടീരിയൽ ആയിട്ടുള്ള കോശങ്ങളുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ സ്ട്രീക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പ്ലേറ്റിലോട്ട് വെക്കും. ഓക്കെ, യൂസ്ഡ് ടു സ്ട്രീക്ക് ഓൺ ടു ദ പ്ലേറ്റ്സ് വിത്ത് ദ ബാക്ടീരിയ. ഓക്കെ, അതായത് ഈ സൊല്യൂഷനിൽ ബാക്ടീരിയ സെൽസ് അടങ്ങിയിട്ടുണ്ട്, അതിനെ നമ്മൾ സ്ട്രീക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? പ്ലേറ്റിലോട്ട് ബാക്ടീരിയനെ വെക്കും. Then these plates are stored at the proper temperature for bacteria growth for further study. അതായത് ഈ പ്ലേറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? പ്ലേറ്റിൽ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ ഗ്രോത്തിന് വേണ്ടി, ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അത് അങ്ങനെ പഠനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെയാണ് പഠനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Then we can also inoculate liquid media suspensions of bacteria to grow and reproduce. അതുകൂടാതെ തന്നെ നമുക്ക് ലിക്വിഡ് മീഡിയ സസ്പെൻഷൻസിലും ഇനോക്കുലേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, we can also inoculate liquid media suspensions of bacteria. അതായത് നമുക്ക് ഈ ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ലിക്വിഡ് മീഡിയ സസ്പെൻഷൻസ് ഓഫ് ബാക്ടീരിയയിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബാക്ടീരിയ ടു ഗ്രോ ആൻഡ് റീപ്രൊഡ്യൂസ്. അതായത് ബാക്ടീരിയക്ക് വളരാനും അതുപോലെ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യാനും ഉത്പാദനം ചെയ്യാനുമുള്ള ലിക്വിഡ് മീഡിയ സസ്പെൻഷൻസിൽ നമുക്ക് ഇനോക്കുലേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും, ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്നുകൂടി പറയാം പോയിന്റ്. എ സ്മോൾ സ്ട്രീക്കിംഗ് ലൂപ്പ് ഈസ് ഡീപ്പ് ഇൻടു എ സൊല്യൂഷൻ. അതായത് ഒരു ചെറിയ ഒരു സ്ട്രീക്കിംഗ് ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യും, മീൻസ് മുക്കി വെക്കും, അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യും. എന്നിട്ട് ഡിപ്പ് ചെയ്തതിനു ശേഷം, അതായത് ഈ സൊല്യൂഷനിൽ എന്തുണ്ട്? ബാക്ടീരിയ സെൽസ് ഉണ്ട്. ഓക്കെ, വിച്ച് കണ്ടെയ്ൻസ് ബാക്ടീരിയ സെൽസ്. സൊല്യൂഷനിൽ ബാക്ടീരിയ കോശങ്ങളുണ്ട്. ദാറ്റ് ആർ യൂസ്ഡ് ടു സ്ട്രീക്ക് ഓൺ ടു ദ പ്ലേറ്റ്സ്. അതിനെ നമ്മൾ സ്ട്രീക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്ലേറ്റ്സിലോട്ട്, അങ്ങനെ ബാക്ടീരിയ പ്ലേറ്റ്സിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. ഓക്കെ, ഈ പ്ലേറ്റ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? പ്രോപ്പർ സ്റ്റോർ ചെയ്യും. ഈ പ്ലേറ്റിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ സ്റ്റോർ ചെയ്യും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, ഫോർ ഫർദർ സ്റ്റഡി. അങ്ങനെ ബാക്ടീരിയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അത് സ്റ്റഡിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, മീൻസ് പഠനത്തിന് ഹെൽപ്ഫുൾ ആയിരിക്കും. Then we can also inoculate liquid media suspensions of bacteria to grow and reproduce. അതായത് നമുക്ക് ലിക്വിഡ് മീഡിയ സസ്പെൻഷൻസ് ഓഫ് ബാക്ടീരിയയിലും നമുക്ക് ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. Is it clear? Clear ആയോ? Okay, a small streaking loop is a dip into a solution. അതായത് ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ ഒരു സ്ട്രീക്കിംഗ് ലൂപ്പ്, ഓക്കെ, സ്ട്രീക്കിംഗ് ലൂപ്പ് ലാബ് സൈഡിൽ പോകുമ്പോൾ കാണാം, ഒരു സ്മോൾ സ്ട്രീക്കിംഗ് ലൂപ്പ് നമ്മൾ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യും, മുക്കി വെക്കും. അതിനുശേഷം ഈ സൊല്യൂഷനിൽ എന്തുണ്ട്? ബാക്ടീരിയ സെൽസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ സ്ട്രീക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച്, മീൻസ് വേർതിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? ഈ പ്ലേറ്റിലോട്ട് ബാക്ടീരിയനെ വേർതിരിച്ച് വെക്കും. ഓക്കെ, അതിനുശേഷം ഈ പ്ലേറ്റിൽ എന്താണ്? ഓൾറെഡി നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ടെമ്പറേച്ചർ, മീൻസ് അനുയോജ്യമായിട്ടുള്ള ടെമ്പറേച്ചർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്.
അതായത് ഇത് പഠനത്തിന് ഉപകാരം ആകും ഫോർ ഫർദർ സ്റ്റഡി മീൻസ് പിന്നീടുള്ള പഠനങ്ങൾക്കൊക്കെ ഇത് ഉപകരിക്കും. Then we can also inoculate liquid media suspensions of bacteria. ഇതുകൂടാതെ നമുക്ക് ഇനോക്കുലേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്ക് ലിക്വിഡ് മീഡിയ സസ്പെൻഷൻസിലും യൂസ് ചെയ്യാൻ സാധിക്കും. Is it clear? Okay. Abhishna എക്സാം അറ്റൻഡ് ചെയ്തില്ലല്ലോ. എന്താണ് ഇന്നലെ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അഭിഷ്ണ? ഇന്നലെ ആൻസർ ഒന്നും ചെയ്തില്ലല്ലോ. ജസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ലല്ലോ, അറ്റൻഡ് ചെയ്തില്ലല്ലോ. ഓക്കെ, നാളെ സഹലയും ഷാനിബിയും അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞ്. അവരുടെ കൂടെ നാളെ അറ്റൻഡ് ചെയ്യാം. ക്ലിയർ ആയോ? നാളെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനിയുള്ള ക്ലാസ്സുകളിൽ എല്ലാവരെയും അലോ ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, അടുത്ത പോയിന്റ് എ സിംഗിൾ കൾച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസം added to a small solution to form a mixture and pipette into liquid media. Okay, അടുത്ത പോയിന്റ്. ആ പോയിന്റ് വേണ്ട. ജസ്റ്റ് നിങ്ങൾ ഇത്രയും പോയിന്റ്സ് പഠിക്കുക. അഗർ പ്ലേറ്റ്സിൽ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ് കൂടി എഴുതിക്കുക. ഓൾറെഡി പഠിച്ചതാണ്. അതായത് ബാക്ടീരിയൽ മീഡിയയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അത് ഓൾറെഡി നമ്മൾ ബാക്കി കൾച്ചർ മീഡിയാസിൽ പഠിച്ചാണ്. ജസ്റ്റ് വേണേ എഴുതി വെച്ചോ. ഫോർ ബാക്ടീരിയ ഗ്രോത്ത് വി നീഡ് മീഡിയ ഇൻ വിച്ച് ദ മിക്സർ ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് സൊല്യൂഷൻ കണ്ടെയ്നിങ് ന്യൂട്രിയൻസ്, കോമ്പൗണ്ട്സ് ആൻഡ് അതർ നെസസറി മോളിക്യൂൾസ്. അതായത് നമ്മൾ ഓരോ കൾച്ചർ മീഡിയയിലും പഠിച്ചതാണ് ഈ മീഡിയാസിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അതായത് ന്യൂട്രിയൻസ് ഉണ്ടാകും, വേറെ ഘടകങ്ങളൊക്കെ ഉണ്ടാകും, ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള തന്മാത്രകളും ന്യൂട്രിയൻസും സൊല്യൂഷനൊക്കെ ഉണ്ടാകും. ഇതാണ് ആ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. അക്വർ പ്ലേറ്റിന്റെ കൂടെ വേണമെങ്കിൽ എഴുതി വെക്കാം. അതായത് ഈ സൊല്യൂഷനിൽ മിക്സറിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. ഓക്കെ, അതായത് ബാക്ടീരിയ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എന്താ പറയാ, ഈ സൊല്യൂഷനിൽ ന്യൂട്രിയൻസ് ഉണ്ടാകും, കോമ്പൗണ്ട്സ് ഉണ്ടാവും, മീൻസ് എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ തന്മാത്രകളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാം ബാക്ടീരിയ ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. ഓക്കെ, ഇത്രയാണ് അഗർ പ്ലേറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അഗർ പ്ലേറ്റ് ക്ലിയർ ആയോ? അഗർ പ്ലേറ്റ് ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് സ്ലാൻ കൾച്ചർ ആണ്. സ്ലാൻ കൾച്ചർ നാളെ എടുക്കും. ഓക്കെ, അപ്പൊ നാളെ സഹലിയും അഭിഷ്ണയും ഷാനിബിയും എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.